ത്രിവിക്രമന്റെ ചിത്രത്തിൽ നിന്നും അല്ലു അർജുൻ പിന്മാറിയോ? അറ്റ്ലി ചിത്രത്തിന്റെ തിരക്കിലാണോ അല്ലു? ജൂനിയർ എൻടിആർ ആ വേഷം ഏറ്റെടുക്കുമോ എന്നിങ്ങനെ തുടങ്ങി സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ തുടരുകയാണ്. വമ്പൻ ബജറ്റിൽ ഇതിഹാസ ചിത്രവുമായി എത്തിയിരിക്കുകയാണ് വൈകുണ്ഠപുരം സംവിധായകൻ. അല്ലു അർജുന്റെ ചിത്രം എന്ന നിലയിൽ ഏറെ പ്രശസ്തി നേടിയ ഒന്നാണ് വൈകുണ്ഠപുരം. ആ ചിത്രത്തിന് ശേഷം അതിന്റെ രണ്ടാം ഭാഗത്തിനായുള്ള കാത്തിരിപ്പിലായിരുന്നു സിനിമാ ലോകം. ഏറെ പ്രതീക്ഷയോടെയും നീതി പുലർത്തുന്ന ചിത്രം കൂടിയായിരുന്നു അത്. അല്ലു അർജുന്റെ 19ാം ചിത്രം കൂടിയായിരുന്നു അങ്ങ് വൈകുണ്ഠപുരം. ഈ സിനിമയ്ക്ക് ശേഷം അല്ലു അർജുനും ത്രിവിക്രം ശ്രീനിവാസനും ഒരു സിനിമയ്ക്കായി ഒന്നിക്കുന്നുവെന്ന വാർത്ത നേരത്തെ വന്നിരുന്നു. അതിനുശേഷം അതിന്റെ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുകയായിരുന്നു ആരാധകർ. എന്നാൽ ഈ ചിത്രത്തിൽ അല്ലു അർജുനു പകരം ജൂനിയർ എൻടിആർ ആണ് നായകനായി എത്തുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. നിർമ്മാതാവ് നാഗവംശിയാണ് ഇക്കാര്യത്തിൽ പുതിയ അപ്ഡേറ്റുകൾ പങ്കുവച്ചിരിക്കുന്നത്. പുരാണ ഇതിഹാസ പശ്ചാത്തലമാക്കിയുള്ള സിനിമയിൽ ജൂനിയർ എൻടിആർ മുരുകനെയായിരിക്കും അവതരിപ്പിക്കുകയെന്നാണ് പറയുന്നത്. ഹരിക ഹാസിൻ ക്രിയേഷൻസിന്റെ ബാനറിൽ രാധാകൃഷ്ണനും നാഗവംശിയും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. എൻടിആറിന്റെ RR എന്ന ചിത്രം വലിയ വിജയമായിരുന്നു. അതിനുശേഷം വൻ പ്രൊജക്ടുകളിൽ മാത്രമാണ് താരം സഹകരിക്കുന്നതെന്ന റിപ്പോർട്ടുകളും ഇതിനിടെ വരുന്നുണ്ട്. താരത്തിന്റെ ദേവര പാർട്ട് 1 മികച്ച അഭിപ്രായം നേടി മുന്നേറിയിരുന്നു. ശക്തി, ധൈര്യം, ആത്മീയ പൈതൃകം എന്നിവയുടെ പ്രതീകമായ കുമാരസ്വാമിയെ അവതരിപ്പിക്കുന്നതിനായി എൻടിആർ ഒരുങ്ങുന്നത് തെലുങ്ക് പ്രേക്ഷകർക്കിടയിൽ വലിയ പ്രതീക്ഷ നൽകുമെന്നും ഉറപ്പിക്കാം. മാത്രമല്ല, ആദ്യം ഈ ചിത്രത്തിൽ അല്ലു അർജുനായിരുന്നു നായകനായി പരിഗണിക്കപ്പെട്ടതെങ്കിലും പിന്നീട് അദ്ദേഹം പിന്മാറുകയായിരുന്നുവെന്നും പറയുന്നുണ്ട്. തുടർന്നാണ് എൻടിആർ ഈ വേഷം ഏറ്റെടുത്തതെന്നും പറയുന്നു. വൻ ഹിറ്റായി മാറിയ ചിത്രങ്ങൾ ഒരുക്കാറുള്ള ത്രിവിക്രം ശ്രീനിവാസന്റെ എപ്പിക് കഥയിലേക്കുള്ള ഒരു ചുവടുവെപ്പായിരിക്കും ഈ സിനിമയെന്നും നമുക്ക് ഉറപ്പിക്കാം. ത്രിവിക്രം ശ്രീനിവാസന്റെ പുരാണ ചിത്രത്തിൽ എൻടിആർ ഭഗവാൻ കുമാരസ്വാമിയുടെ വേഷം അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നുവെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതേസമയം പ്രശാന്ത് നീലിന്റെ അടുത്ത പ്രൊജക്ടിൽ നായകനാകുന്നതും എൻടിആർ ആണ്. സിനിമയുടെ ചിത്രീകരണം പുരോഗമിക്കുകയാണ്. പ്രശസ്ത നിർമ്മാണ കമ്പനികളായ മൈത്രി മൂവി മേക്കേഴ്സും എൻടിആർ ആർട്സും ചേർന്നാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത്. വാർ 2 എന്ന സിനിമയും എൻടിആറിന്റേതായി അണിയറയിൽ ഒരുങ്ങുകയാണ്. ആഗസ്റ്റ് 14-നാണ് ഹൃതിക് റോഷനും എൻടിആറും ഒരുമിക്കുന്ന വാർ 2 ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുക. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.